നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരായത്തിറങ്ങിയ സന്ദർഭമുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടോ. ഞാനിത് പറയുന്നു, കുറേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇസ്ലാമിനെ ശരിക്കും അങ്ങോട്ട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്തോ വേണ്ടാത്ത വെച്ചുകെട്ടലും വേണ്ടാത്ത ചിന്തയും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് കുടുംബം പോലും നശിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. ഈ സൈനബ റളിയല്ലാഹു തആല അൻഹക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു നടന്നപ്പോൾ കുറച്ച് സഹാബാക്കൾ കൂടെ പോയി. എന്തെങ്കിലും കിട്ടും, സൈനബ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ വെച്ച് സൈനബ റളിയല്ലാഹു തആല നല്ലൊരു ഫുഡ് ഉണ്ടാക്കി. റസൂലും സഹാബത്തും അത് തിന്നു. വീണ്ടും സഹാബാക്കൾ പോണില്ല, അവരവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. അള്ളാഹുവിന്റെ ആയത്തിറങ്ങി, നിങ്ങൾ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവരുടേതായ സന്തോഷത്തിലേക്ക് വിട്ടേക്കണം. എന്നാൽ റസൂലിനെയും സൈനബ റളിയല്ലാഹു തആലയെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അത് സഹാബത്തിനോട് മാത്രമല്ല, സർവ്വന്മാരോടും വാപ്പാരോടും ഇല്ല. മക്കള് മാസത്തിൽ ഒരിക്കലെങ്ങാ മോൻ ഓളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പെങ്ങളെ വിളിച്ചോണ്ട് കൊടുക്കും, ഓളെ സാരിത്തുപ്പിലാ പോവാന്, ഒന്നാം തടിയാ. വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളെ അങ്ങോട്ട് ഇടങ്ങേറാക്കുക, ഇല്ലാത്ത നുണകൾ കുത്തി പറഞ്ഞിട്ട് പെങ്ങന്മാരെ വിളിച്ചിരുത്തുക. അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓളെ കണ്ടു, ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്ത കണ്ടു. എല്ലാം അങ്ങനെയല്ലോ, എല്ലാ കുടുംബത്തിലും അങ്ങനെയാ. നിങ്ങൾ ചിന്തിക്കണ്ട, ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ചെടുക്കണമെന്ന, അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും. ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും. ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാന്ന് പറഞ്ഞ് നടക്കല്ല വേണ്ടത്. ഓൻ കൊണ്ടുവരുന്നതിന്റെ ഒരു ഊതി ഞമ്മ കൂടി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിടുക എന്നൊക്കെ ഉള്ളത്, ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കടലക്കുട്ടായി ഉണ്ടോണം, പുളിയച്ചാറ് കൊണ്ടുവരണം എന്നൊക്കെ. അതൊന്നും തിന്നാത്തൊരു മനുഷ്യന്മാർ കൂട്ടത്തിലില്ല. തിരിച്ചു ഓൻ കൊണ്ടൊരു ബോളെ മുൻപിൽ ഉമ്മാന്റെ മുൻപിൽ വെച്ച് കൊടുക്കാം, ഓന് പേടി, അന്ന് അമ്മ വേറെന്താ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനാന്റെ സ്വഭാവം ഒന്ന് മാറ്റണം. ഇതൊക്കെ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം, പരിഗണിക്കുന്നവരാകണം. മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ, ഭാര്യക്ക് അത് കൊടുക്കുമ്പോൾ, ഭാര്യ അതിൽ ഒന്ന് നീട്ടുമ്പോൾ ഞാൻ എന്റെ കുട്ടിക്കളി ഒന്നല്ല എനിക്ക് വയ്ക്കാനായി എന്ന് പറയലല്ല, ആ ഒന്നും കൊണ്ട് വാങ്ങി. ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം, ഇതൊക്കെയാ ഒരു കുടുംബത്തിന്റെ കാവല്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പോണ്ടല്ലോ, മോളാവണമെന്നില്ല, മരുവോള് നെഞ്ചു പൊട്ടിക്കരയും. മരുവോള് പടച്ചവനോട് ഓരോ ഭക്തനും പറയും, അമ്മ പോയത് നിന്റെ പകുതിയല്ല, മുക്കാലും പോയി റബ്ബേ. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന മരുക്കളിൽ നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത്രയും പടച്ചവനെ ഭയപ്പെട്ട് പരലോകം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്കൊക്കെ കിട്ടും, വാപ്പാക്കൊക്കെ കിട്ടും. അത് കിട്ടിയിട്ടുണ്ട്. ചില ഉമ്മാർക്ക് കിട്ടൂല, വാപ്പാ കിട്ടും. ചിലപ്പോൾ കുട്ടികൾ പറയൂലേ, അവിടുത്തെ ഉമ്മനെ സഹിക്കാനാവൂല, പക്ഷെ വാപ്പ ബാബാട്ടോ. അവിടെ നമ്മൾ പറയിപ്പിക്കേണ്ടത് ഉമ്മയും വാപ്പയും ഞങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. അത് ഭർത്താവിന്റെ ആയാലും ശരി, ഭാര്യൻ്റെതായാലും ശരി.